जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंद. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമത്തിലെ ആദിലീലയിലെ 2-ാമത്തെ അധ്യായം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2-ാം അധ്യായം ആദിലീല 2-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം. 31 മുതൽ 35 വരെ നമുക്ക് ഭാവാർത്ഥം ഇല്ല, ശീലപ്രഭു ഭാവാർത്ഥം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 31 മുതൽ 35 വരേക്കും വായിച്ചിട്ട് 36-ാമത്തെ ഭാവാർത്ഥം കൂടി വായിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മൾ വായിച്ച് അങ്ങോട്ട് പോവാം. 31 മുതൽ ശ്ലോകം 31. ശിശുവത്സ ഹരി ബ്രഹ്മ കരി അപരാധ ക്ഷമായി തേ മകേന പ്രസാദ. വിവർത്തനം. കൃഷ്ണന്റെ കളിക്കൂട്ടുകാരെയും കന്നുകുട്ടികളെയും മോഷ്ടിച്ച് അപരാധം ചെയ്ത ബ്രഹ്മ താൻ ചെയ്ത അപരാധത്തിന് ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കുകയും ഭഗവാന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ശ്ലോകം 32. ത്വമാര നാഭി പത്മ ഹൈതേ അമാര ജന്മോദയ തുമ്മി പിതാ മാതാ ആമി ത്വമാര തനയ. വിവർത്തനം. ഞാൻ അവിടുത്തെ നാഭിയിലെ താമരയിലാണ് ജന്മമെടുത്തത്. അപ്രകാരം അവിടുന്ന് എന്റെ പിതാവും മാതാവും ഞാൻ അങ്ങയുടെ പുത്രനുമാണ്. ശ്ലോകം 33. പിതാമാതാ ബാലകേര നാലായ അപരാധ ക്ഷമ മോരെ കരഹ പ്രസാദ. വിവർത്തനം. മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾ ചെയ്യുന്ന അപരാധങ്ങൾ ഗൗരവമായി കണക്കിലെടുക്കാറില്ല. അതിനാൽ ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 34. കൃഷ്ണ കഹേന ബ്രഹ്മ ത്വമാര പിതാ നാരായണ ആമി ഗോപ തുമി കൈച്ചേ അമാര നന്ദന. വിവർത്തനം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ബ്രഹ്മാവേ, അങ്ങയുടെ പിതാവ് നാരായണനല്ലേ? ഞാനോ വെറുമൊരു ഗോപബാലൻ. പിന്നെ അങ്ങ് എങ്ങനെ എന്റെ പുത്രനാകും? ശ്ലോകം 35. ബ്രഹ്മബലേന തുമിക്കിന ഭവോ നാരായണ തുമി നാരായണ ശുന താഹാര കാരണ. വിവർത്തനം. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, അവിടുന്ന് നാരായണനല്ലേ? തീർച്ചയായും അവിടുന്ന് നാരായണനാണ്. ദയവായി ഞാൻ പറയുന്ന തെളിവുകൾ കേൾക്കൂ. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് കിടക്കാം. ശ്ലോകം 36. ഈ ശ്ലോകത്തിന് നമുക്ക് ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ഉണ്ട്. അപ്പൊ അത് വായിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. പ്രാകൃത സൃഷ്ടേ യഥ ജീവരൂപ താഹാര ഏ ആത്മ തുമി മൂല സ്വരൂപ. പ്രാകൃത സൃഷ്ടേ യഥ ജീവരൂപ താഹാര ഏ ആത്മ തുമി മൂല സ്വരൂപ. പ്രാകൃത സൃഷ്ടേ യഥ ജീവരൂപ താഹാര ഏ ആത്മ തുമി മൂല സ്വരൂപ. ശബ്ദാർത്ഥം. പ്രാകൃത ഭൗതികമായ, അപ്രാകൃത ആധ്യാത്മികവും, സൃഷ്ടികളിൽ യഥ ഉള്ളിടത്തോളം, ജീവരൂപ ജീവസത്തകൾ, ആഹാര അവയുടെ, ഏ ആര്, ആത്മാ പരമാത്മാവ്, തുമി അങ്ങ്, മൂലസ്വരൂപ അന്തിമമായ സ്രോതസ്. വിവർത്തനം, ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് ജയ്. വിവർത്തനം. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള സർവ്വ ജീവജാലങ്ങളും അങ്ങയിൽ നിന്ന് ഉളവായതാണ്. കാരണം അങ്ങാണ് അവയുടെ എല്ലാം പരമാത്മാവ്. ഭാവാർത്ഥം. ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഭൗതിക വിശ്വാവിഷ്കാരം ഉണ്ടാവുന്നത്. അതീന്ദ്രിയ ലോകത്തിൽ അത്തരം ഭൗതിക ഗുണങ്ങളില്ല. അത് ആധ്യാത്മിക വൈവിധ്യങ്ങളിൽ നിറഞ്ഞതാണെങ്കിൽ പോലും ആധ്യാത്മിക ലോകത്തിലും എണ്ണമറ്റ ജീവസത്തകളുണ്ട്. നിത്യമുക്തരായ
അത്തരം ജീവാത്മാക്കൾ കൃഷ്ണന്റെ പ്രേമഭരിത സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ഭൗതിക സൃഷ്ടിക്കുള്ളിൽ തുടരുന്ന ബദ്ധാത്മാക്കൾ ത്രിവിധ ക്ലേശങ്ങൾക്കും യാതനകൾക്കും വിഷയീഭവിക്കുന്നു. അവർ ഭക്തിഭരിതമായ ഭഗവത് സേവനത്തിന് എന്നും വിമുഖരായതിനാൽ വ്യത്യസ്ത ജീവിവർഗങ്ങളിൽ നിലകൊള്ളുന്നു. ജീവസത്തകളുടെ മൂലപ്രഭവം സംഘർഷനാണ്. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം അവിടുത്തെ തടസ്സ ശക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. അവരിൽ ചിലർ ഭൗതിക പ്രകൃതിയാൽ ബദ്ധരാക്കപ്പെടുന്നു, എന്നാൽ മറ്റുള്ളവർ ആധ്യാത്മിക പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ്. ആധ്യാത്മിക പ്രകൃതിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി. പുക അഗ്നിയുടെ ഒരു നിബന്ധിത അവസ്ഥയാണെന്നതുപോലെ പുകയുടെ അസ്തിത്വം അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ജ്വലിക്കുന്ന അഗ്നിയിൽ പുകയ്ക്ക് വകയില്ല. പുക ഉപദ്രവം ഉണ്ടാക്കുന്നു, എന്നാൽ അഗ്നിയോ ഉപകരിക്കുന്നു. അതീന്ദ്രിയ വാസികളുടെ സേവാഭാവം പ്രധാന ആസ്വാദകനായ ഭഗവാനുമായുള്ള പഞ്ചവിധ ബന്ധങ്ങളിലൂടെ പ്രകടമാകുന്നു. ഭൗതിക ലോകത്തിൽ ഓരോരുത്തരും സുഖദുഃഖങ്ങളുടെ സ്വയം കേന്ദ്രീകൃത ആസ്വാദകരാണ്. ഒരുവൻ തന്നെ എല്ലാത്തിന്റെയും പ്രഭുവായി സ്വയം കണക്കാക്കുകയും മായാശക്തി ആസ്വദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ ആ ശ്രമത്തിൽ വിജയിക്കുന്നില്ല. കാരണം അവൻ സ്വതന്ത്രനല്ല. അവൻ സംഘർഷണ ഭഗവാന്റെ ശക്തിയുടെ ഒരു നിസ്സാര അല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാ ജീവസത്തുകളും വിളിക്കപ്പെടുന്ന പരമപ്രഭുവിന്റെ നിയന്ത്രണത്തിൽ നിലനിൽക്കുന്നു. അതിനാൽ അവിടുന്ന് നാരായണൻ എന്ന് വിളിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹന രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനിർദാംശ്ച നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. നമ്മള് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 2ാമത്തെ അധ്യായം, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയുള്ള ഒരു അധ്യായമാണ്. ഇതിൽ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഉള്ള ആ ഒരു തെളിവും നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ഓരോ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കോട്ട് ചെയ്താണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഈ ഒരു അധ്യായത്തില്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ 36ാമത്തെ ശ്ലോകത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പത്തെ ശ്ലോകങ്ങൾക്കൊന്നും വിവർത്തനം ശ്രീല പ്രഭുപാദ് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഈ ഒരു 31ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ വായിച്ചു വരികയാണെങ്കിൽ അറിയാൻ സാധിക്കും ഇത് ബ്രഹ്മ വിമോഹന ലീലയിൽ നടന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണനെ ഒരു പിഞ്ചു ബാലകനായിട്ട് വിചാരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ചെറിയൊരു ബാലകനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്താണ് ചെയ്യുന്നത്? അപ്പം എല്ലാവരും ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യ പുരുഷനായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് ചിന്തിച്ചു, ഈ ചെറിയ ബാലകൻ, അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരം കാരണം തോന്നി, ഈ ചെറിയ ബാലകനാണോ പരമദിവ്യ പുരുഷൻ? അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ കളിക്കൂട്ടുകാരെയും കന്നുകുട്ടികളെയൊക്കെ മോഷ്ടിച്ച് ബ്രഹ്മാവ് എന്ത് ചെയ്തു? അപ്പം ചിന്തിച്ചു, ഞാനിത് മോഷ്ടിച്ച് നോക്കാം, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും നോക്കാം. അപ്പൊ ബ്രഹ്മാവ് അങ്ങനെ ആ കന്നുകുട്ടികളെയും കളിക്കൂട്ടുകാരെയൊക്കെ മോഷ്ടിച്ച് അദ്ദേഹം തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഉടൻ തന്നെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു, അവിടെ അതേ കളിക്കൂട്ടുകാരെയും കന്നുകുട്ടികളെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പൊ ആ കന്നുകുട്ടികളും കളിക്കൂട്ടുകാരായാലും ശരി, ഭഗവാന്റെ അടുത്ത് ആ പ്രേമത്തോടെ ആണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകിയതും. ആ കളിക്കൂട്ടുകാർക്കാണെങ്കിൽ അവരുടെ അമ്മമാർ കൂടി അറിയാൻ സാധിച്ചില്ല ഇത് ഭഗവാൻ അതായത് ബ്രഹ്മാവ് ശരിയായിട്ടുള്ള ഈ കളിക്കൂട്ടുകാരെ കൊണ്ടുപോയി. പക്ഷെ എന്നാലും ഈ കളിക്കൂട്ടുകാരെന്ന് പറയുന്നത് വ്യത്യസ്തമല്ല എന്ന് ഭഗവാനോട് കാണിച്ചുകൊണ്ട് ആ പ്രേമബന്ധത്തിൽ ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ, സാധാരണഗതിയിൽ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയെ നമ്മൾ നോക്കണം മാറ്റി നിർത്തിയാൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അമ്മയ്ക്ക് കുട്ടി മാറിയാൽ തിരിച്ചറിയാൻ
ഒരു കുട്ടി മാറിക്കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് അറിയാൻ സാധിക്കും അല്ലെ, ചെറിയൊരു കുട്ടിയായാലും ശരി. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു ഭഗവാൻ? അത്രയും അദ്ദേഹത്തിന്റെ ആ ലീലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബ്രഹ്മാവ് ആ കളിക്കൂട്ടുകാരെയും കന്നുകുട്ടികളൊക്കെ കൊണ്ടുപോയാൽ കൂടി ആ അമ്മമാർക്കും പിന്നെ പശുക്കുട്ടികൾക്കും പശുക്കൾക്കും അമ്മ പശുക്കൾക്കും കൂടി അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അത് ശരിയായിട്ടുള്ള ഈ കളിക്കൂട്ടുകാര് ബ്രഹ്മാവ് കൊണ്ടുപോയത്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ബ്രഹ്മാവ് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ചെയ്ത അപരാധത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അപ്പം ആ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മ വിമോഹന ലീല. അപ്പം നമുക്കറിയാം ബ്രഹ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും വലിയൊരു പദവിയാണ് നമ്മൾ ഈ 3 ലോകത്തിൽ കാണാൻ പറ്റുന്നത്. ആ ബ്രഹ്മാവിന് കൂടി അങ്ങനെ ഒരു ചിലപ്പോൾ അങ്ങനെ തെറ്റ് പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഏതൊരു വ്യക്തിയായാലും ശരി അവർക്ക് തെറ്റുകൾ പറ്റാമെന്നുള്ള കാര്യമാണ്. അപ്പം തെറ്റുകൾ പറ്റിയാലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുകയാണ്, കാരുണ്യത്തിനോട് അപേക്ഷിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾ എന്നെന്നും നോക്കിക്കൊള്ളും. അപ്പം അങ്ങനെ മനസ്സിലാക്കിയ ബ്രഹ്മാവിനെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് സാധാരണ ബാലകനല്ല എന്നും ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് പരമദേവത പുരുഷനായ നാരായണന്റെയും സോഴ്സ് അല്ലെ, അദ്ദേഹത്തിന്റെയും കാരണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുന്ന ഭാഗമാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തില് ഇപ്പൊ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് അപ്പം അങ്ങനെ അദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു അത് എന്റെ കാരണം, അതായത് എന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നതാണ്. കാരണം സ്വയംഭൂവാണ് ബ്രഹ്മാവ്. അപ്പം അതിന് കാരണം നാരായണനാണ്. ആ നാരായണന്റെയും കാരണം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് അല്ലെ. നമ്മൾ അറിയാം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം അല്ലെ. എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഇവിടെ അദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. അപ്പം ആ തെറ്റുകുറ്റങ്ങൾ പറ്റിയ ശേഷം അദ്ദേഹം ക്ഷമ യാചിച്ച ശേഷം പിന്നെന്താ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ക്ഷമ യാചിച്ച ശേഷം ആ ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങളെ പറ്റിയാണ് നമ്മൾ പിന്നെ വർണ്ണിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വർണ്ണിക്കുന്ന ഒരു ഭാഗത്തിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് അച്ഛനമ്മമാര് കുട്ടികളുടെ തെറ്റുകൾ ക്ഷമിക്കുന്ന പോലെ തന്നെ അല്ലയോ കൃഷ്ണ, അങ്ങും എന്റെ ഈ അങ്ങയുടെ മകനായ എന്റെ തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് അവിടെ എന്താണ് പറയുന്നത്? ഈ ശ്ലോകം 36 വരുന്നത് നമ്മൾ. ഇപ്പൊ ഇതിൽ പറയുന്നതാണ് പ്രാകൃത അപ്രാകൃത സൃഷ്ടി യഥജീവ രൂപ താഹാര ഏ ആത്മ തുമി മൂലസ്വരൂപ. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് ബംഗാളി ആണെങ്കിൽ കൂടി നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് പ്രാകൃത അപ്രാകൃത? അപ്പൊ എന്താണ് പ്രാകൃതവും അപ്രാകൃതവും? അപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെയും അപ്രാകൃതം എന്ന് പറയുന്നത് ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളുടെയും സൃഷ്ടികൾ ഉള്ളിടത്തോളം കാണാം. അതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്ന ആരാണ്? അതെല്ലാം പരമാത്മായ അങ്ങാണ് എന്നുള്ള പ്രാർത്ഥന സമർപ്പിക്കുന്നത്. എന്താണ് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള സർവ്വ ജീവജാലങ്ങളും അങ്ങയിൽ നിന്നും ഉളവായതാണ്. കാരണം അങ്ങാണ് അവയുടെ എല്ലാം പരമാത്മാവ്. അപ്പം ഇവിടെ വ്യക്തമായിട്ടും ബ്രഹ്മാവ് പ്രാർത്ഥന സമർപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ നമുക്ക് പലപ്പോഴും പല പല പുരാണങ്ങൾ വായിക്കുന്ന സമയത്തും ഒക്കെ സംശയങ്ങൾ വരാം. അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് ഈ കാര്യം. അപ്പൊ നമുക്ക് എപ്പം പറയാം, ഇപ്പൊ നമുക്ക് സുപ്രീം അല്ലെങ്കിൽ ഏറ്റവും പരമോന്നതം എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ ഉണ്ടാവും അല്ലെ, അല്ലാതെ പല ആൾക്കാരുണ്ടാവും. ആ പരമോന്നതമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാവും ശിവനും എല്ലാവരും പ്രാർത്ഥന സമർപ്പിക്കുന്നതും പ്രകീർത്തിക്കുന്നതും ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. ഈ ഒരു ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടും ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണനാണ് പരമദൈവത്വ പുരുഷനുള്ള കാര്യം ഇവിടെ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാവാർത്ഥത്തിൽ കടക്കാം. ഭാവാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എങ്ങനെയാണ് ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ത്രിഗുണങ്ങളുടെ പ്രഭാവം ഇല്ല. പക്ഷെ ഭൗതിക ലോകത്തിലാണെങ്കിൽ ത്രിഗുണങ്ങളിലൂടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇല്ലേ. നമുക്ക് സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ഭൗതിക ലോകം ഇവിടെ പ്രവർത്തിക്കുന്നതും അതിൽ വരുന്ന ജീവാത്മാക്കളും ഈ 3 ഗുണങ്ങളുടെ കൺട്രോളിലാണ് ഉള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ജീവിതത്തിലും. അപ്പൊ നമുക്ക് ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ അല്ലേ. ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ അവിടെ എല്ലാവരും നിത്യമുക്ത ജീവാത്മാക്കൾ അവർ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൗതിക ലോകത്തിലാണെങ്കിൽ അവർ എന്താണ് ചിന്തിക്കുന്നത്? ബദ്ധാത്മാക്കളാണ്. അവരെ ബദ്ധാത്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ കണ്ടീഷൻഡ് ആണ്. എന്തുകൊണ്ടാണ്? 3 ഗുണങ്ങളാൽ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ് അവരെ ബദ്ധാത്മാക്കൾ അല്ലെങ്കിൽ കണ്ടീഷണൽ സോൾസ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ബദ്ധാത്മാക്കൾ എപ്പോഴും 3 തരത്തിലുള്ള ക്ലേശങ്ങൾ യാതനകൾക്ക് വിഷയീകരിക്കുന്നു അല്ലെ. നമ്മൾ 3 തരത്തിലുള്ള ക്ലേശങ്ങളെ പറ്റി നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്താണ്? ആധ്യാത്മിക ക്ലേശം, ആദ്യ ഭൗതിക ക്ലേശം, ആദ്യ ദൈവിക ക്ലേശങ്ങൾ അല്ലെ. അതായത് നമുക്ക് ഈ 3 ക്ലേശങ്ങൾ എന്താണ്? അപ്പൊ നമ്മളാൽ നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളാണ് ആധ്യാത്മിക ക്ലേശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ആദി ഭൗതിക ക്ലേശങ്ങൾ, മറ്റ് ജീവാത്മാക്കൾ കൊണ്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ് ആദ്യ ഭൗതിക ക്ലേശങ്ങളും. പിന്നെ
പിന്നെ ആദി ദൈവിക ക്ലേശങ്ങൾ ഇല്ലേ, നമ്മൾ പ്രകൃതിയിൽ വരുന്ന പല പല ക്ലേശങ്ങളിലെ നമുക്ക് പേമാരി, സുനാമി, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ ആദി ഭൗതിക ക്ലേശങ്ങൾ. അപ്പൊ ഈ 3 ക്ലേശങ്ങളിലൂടെ എല്ലാ ജീവാത്മാക്കളും പല പല രീതിയിലുള്ള നമ്മൾ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് അതിന് കാരണം എന്താണ്? അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ ലോകത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരുന്നതൊക്കെ ഭഗവാനാണോ ബുദ്ധിമുട്ടുകൾ തരുന്നത്, അല്ലെങ്കിൽ അതിന് കാരണം ഭഗവാനാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ഭഗവാന്റെ അടുത്തുള്ള വിമുഖത കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇരിക്കുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആ റെബലിയസ് നേച്ചർ അല്ലെ, നമ്മൾ ആ എന്താ ഞാനാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ എനിക്ക് ഭഗവാൻ വേണ്ട, ഞാൻ ആണ് എൻജോയർ എന്ന ആ ചിന്താഗതി മാറ്റി ഞാൻ ഭഗവാന്റെ ജീവര സ്വരൂപേ കൃഷ്ണേര് നിത്യദാസ്, ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ ശരണം പ്രാപിച്ച് പൂർണ്ണതയോടെ നമ്മൾ സ്നേഹത്തോടെ സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള നിലയിലോട്ട് വരുന്നത്. അപ്പം ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഇല്യൂഷൻ എന്ന് പറയില്ല, നമ്മൾ ഭഗവാനെ മറന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇത് അപ്പൊ നമ്മൾ ചിന്തിക്കും ഞാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഞാനാണ് എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ലെക്ചറിൽ കേട്ടൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പം ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ റോഡിനരികിലൊക്കെ ചിലപ്പം ചില ഭ്രാന്തന്മാരെ വ്യക്തികളെ കാണും അല്ലെ. അപ്പം നമുക്ക് അവിടെ ചിലപ്പോൾ ഈ ഭ്രാന്തന്മാരെ വ്യക്തികൾ എന്ത് ചെയ്യും, അവരവിടെ റോഡിൽ നിന്നിട്ട് ചിലപ്പം അവര് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കാണിക്കും, ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ട് പോകാൻ കാണിക്കും, വലത്തോട്ട് പോകാൻ കാണിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന വണ്ടികളൊക്കെ ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ അവർ ക്രോസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഭ്രാന്തനായ വ്യക്തി ചിന്തിക്കുന്നത് എന്താണ്, ഞാനാണ് ഈ വണ്ടികളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനാണ് ഈ വണ്ടികൾക്ക് ഞാൻ പറയുന്നതനുസരിച്ചാണ് ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഉള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നത് എന്താണ്, സിഗ്നലും കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ അവർ പോകുന്നുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഈ ഈ ഭൗതിക ലോകത്തിൽ വന്ന ഓരോ ജീവാത്മാക്കൾ ചിന്തിക്കുന്നതാണ്, ഞാനാണ് എല്ലാത്തിന്റെയും കൺട്രോളർ, ഞാനാണ് എന്റെ കുടുംബത്തിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്ന ചിന്ത. ആ ഒരു ചിന്താഗതി, ഫോൾസ് ആയിട്ടുള്ള പ്രൊപ്പറേറ്റർഷിപ്പ്, ഞാനാണ് എല്ലാത്തിന്റെയും അധികാരി എന്ന ചിന്ത നമ്മൾ എപ്പോഴാണോ അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നത്, അതിനെ മാറ്റി നമ്മൾ ഞാൻ ഭഗവാന്റെ ദാസനാണ് ഉള്ള ചിന്താഗതി കൊണ്ടുവരുമ്പോഴാണ് ഒരു ജീവാത്മാവ് യഥാർത്ഥമായിട്ടും അദ്ദേഹത്തിന്റെ പരിപൂർണ അവസ്ഥയിലോട്ട് വരുന്നത്. അപ്പം അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഭൗതിക ലോകത്തിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ അത് അതീന്ദ്രിയമാണ് അല്ലെ, ഈ ത്രിഗുണങ്ങൾക്ക് മുകളിലാണ്. അവിടെ അങ്ങനത്തെ ഒരു ചിന്തയില്ല. കാരണം എന്താണ്, അവിടെ എല്ലാവരും പ്രേമഭരിതമായിട്ടും ഭഗവാന് നിരന്തരം സേവനം ചെയ്യുന്ന ഒരു മനോഭാവമാണ്. കാരണം നമ്മൾ ഇവിടെ എന്താണ്, ഒരു റെക്ടിഫിക്കേഷൻ പ്ലേസ് ആണ് നമ്മൾ ഭൗതിക ലോകം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനും മറന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ എന്താ ചെയ്യുന്നത്, ഭഗവാൻ അവരുടെ ഫ്രീ വിൽ, സ്വാതന്ത്ര്യത്തിനെ പിടിച്ചു നിർത്തുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഭൗതിക ലോകത്തിൽ പോയി നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കൂ. അപ്പൊ അവിടെ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഭഗവാനെ മറന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ ജീവാത്മാവിന് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു പരിവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കി തിരിച്ച് നമ്മൾ നമ്മൾ ശരിയായിട്ടുള്ള ആധ്യാത്മിക അവസ്ഥയിലോട്ട് വരുന്നതാണ് ഒരു നമ്മൾ നോക്കുകയാണെന്ന് ആ ഒരു അവസ്ഥയിലോട്ട് വരുന്നതാണ് ശരിക്കും ഒരു ജീവാത്മാവ് യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നതാണ്, അതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തിൽ പറയുന്നത് ജീവസത്തുക്കളുടെ മൂലപ്രഭാവം സംഘർഷനാണ്. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം അവിടുത്തെ തടസ്സ ശക്തിയുടെ ആവിഷ്കാരങ്ങളാൽ ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ 3 ശക്തികൾ നമുക്കുണ്ടാവും അല്ലെ, ആന്തരിക ശക്തി, ബാഹ്യശക്തി, തടസ്സ ശക്തിയും നമുക്ക് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്തരിക ശക്തിയാണ് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി. അപ്പൊ ആന്തരിക ശക്തിയുള്ളതാണ് നമുക്ക് ബാക്കിയുള്ള ഭഗവാന്റെ വിസ്തരണങ്ങളും കാര്യങ്ങളും അതൊക്കെ വരുന്നത് ആന്തരിക ശക്തിയിലാണ്. പിന്നെ പിന്നെ ബാഹ്യശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭൗതികമായിട്ടുള്ള ശക്തികൾ അല്ലെ, 3 ഗുണങ്ങളും കാര്യങ്ങളൊക്കെ, ഭൗതികമായിട്ടുള്ള ലോകം, അതൊക്കെ ശക്തികളൊക്കെ ബാഹ്യശക്തിയിലാണ് വരുന്നത്. ആധ്യാത്മികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആന്തരിക ശക്തിയിലാണ് വരുന്നത്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ബാഹ്യശക്തിയിലാണ് വരുന്നത്. പിന്നെ തടസ്സ എന്ന് പറഞ്ഞാൽ ഒരു മധ്യസ്ഥ ശക്തിയാണ്. അപ്പൊ തടസ്സ ശക്തി എന്ന് പറയുന്നത് എന്താണ്, ജീവാത്മാക്കളാണ് അതിലുള്ളത്. അപ്പം ഭഗവാനെ മറന്നിരിക്കുന്ന ജീവാത്മാക്കൾക്ക് അവർക്ക് എന്താ ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ആധ്യാത്മിക ശക്തിയിൽ പോയി, ആന്തരിക ശക്തിയിൽ പോയി ഭഗവാനെ സേവനം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഭഗവാന്റെ മായാശക്തിയിൽ പോയി ഭഗവാനെ മറന്നുകൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ സേവനം ചെയ്യാൻ അവർക്ക് സാധിക്കാം, അവർ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താം. അപ്പൊ അങ്ങനത്തെ വ്യക്തികളാണ് തടസ്സ ശക്തി എന്ന് പറയുന്നത്. അപ്പം ഈ ജീവാത്മാക്കൾ, നമ്മൾ ഭഗവാനെ മറന്ന ജീവാത്മാക്കളും തടസ്സ ശക്തികളാണ് ഉള്ളത്. അപ്പൊ അവർക്ക് തടസ്സ എന്ന് പറയുന്നത് ഒരു മതിലിന്റെ മുകളിൽ നമുക്ക് ഇങ്ങോട്ടും പോവാം അങ്ങോട്ടും പോവാം. അപ്പൊ ഇത് ഇങ്ങോട്ട് ആധ്യാത്മിക ലോകമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഭൗതിക ലോകമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ചോയ്സ് എപ്പോഴും ഉണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഭഗവാനെ മറന്ന് ഈ ഭൗതിക ലോകത്തോട്ട് വരാം. അപ്പൊ ഇവിടെയുള്ള വ്യക്തികൾക്കും ഭഗവാനെ ഓർത്ത് അവർ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലോട്ട് പോകാനും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ജീവസത്തുക്കളുടെ മൂലപ്രഭവം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണ് പറയുന്നത്, സംഘർഷനാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലും ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതിലും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്, അപ്പൊ നമുക്ക് ഭാഗവത്തിലൊക്കെ നമ്മൾ 2-ാം സ്കന്ധവും അതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിലൊക്കെ വളരെ വ്യക്തമായിട്ടും പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും മുകളിലുള്ളത്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ നിന്നുള്ള അടുത്ത വിസ്തരണമാണ് ബലരാമൻ അല്ലെങ്കിൽ ബലദേവൻ എന്ന് പറയുന്നത്. ആ ബലദേവൻ ചതുർവ്യൂഹമായിട്ട് വീണ്ടും വിസ്തരണം ചെയ്യുന്നുണ്ട്. അതാണ് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ വരും. വീണ്ടും അതിൽ വരുന്ന രണ്ടാമത്തെ ആയിട്ടുള്ള വിസ്തരണമായ സംഘർഷൻ വീണ്ടും അദ്ദേഹം നാരായണനായിട്ട് വീണ്ടും വിസ്തരിക്കുന്നു. ആ നാരായണൻ വീണ്ടും ചതുർവ്യൂഹമായിട്ട് വീണ്ടും വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന രീതിയിൽ വീണ്ടും വിസ്തരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് വീണ്ടും മഹാവിഷ്ണു, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാരണോടസായി വിഷ്ണു വരുന്നു, പിന്നെ ഗർഭോടസായി വിഷ്ണു വരുന്നു. ആ ഗർഭോടസായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് സ്വയംഭൂവായിട്ട് വരുന്നതും, പിന്നെ അതേ ഗർഭോടസായി വിഷ്ണു വീണ്ടും വിസ്തരിച്ച് ക്ഷീരോസായി വിഷ്ണുവായിട്ട് പരമാത്മാ രൂപേണ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധം 2-ാം അധ്യായത്തിൽ 22-23 ശ്ലോകങ്ങളിൽ ഇതിനെപ്പറ്റി ചർച്ച വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത് വീണ്ടും നമുക്ക് ചൈതന്യചരിതത്തിന് കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഘർഷനാണ് മൂല കാരണമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ സംഘർഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ പേര്. അപ്പം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൾക്കാർ, ഇപ്പൊ ചില വ്യക്തികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൗതിക ശക്തിയുടെ ബന്ധനത്തിൽ വരുന്ന വ്യക്തികൾ ഒരു ഭൗതിക ലോകത്തിലോട്ട് വരുന്നു. പക്ഷെ അതേ സമയത്ത് ആന്തരിക ശക്തിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാർ, ഭഗവാനെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവർ ആധ്യാത്മിക ലോകത്തിലോട്ട് സംരക്ഷണത്തിലാണ് അവർ വരുന്നത്, ആന്തരിക ശക്തിയുടെ സംരക്ഷണത്തിലാണ് വരുന്നത്. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് പറയുന്നത്? ആധ്യാത്മിക പ്രകൃതിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി. അപ്പം ഭൗതിക പ്രകൃതി എന്താണ്? ആധ്യാത്മിക പ്രകൃതി എന്ന് പറഞ്ഞാൽ എപ്പോഴും സനാതനമാണ്. ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സനാതനമല്ല. കാരണം എന്താണ്? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം ഉണ്ടാവും, കുറച്ചു കാലം ഉണ്ടാവില്ല, അല്ലെ? നമുക്കറിയാം, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഓരോരോ രോമകൂപത്തിൽ നിന്നാണ് ഈ ഭൗതിക പ്രകൃതി വരുന്നത്, അല്ലെ? ബ്രഹ്മാവിന്റെ 311 ട്രില്യൺ ഇയേഴ്സ് ആണ് ബ്രഹ്മാവിന്റെ ഒരു അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ വീണ്ടും ആ എല്ലാ യൂണിവേഴ്സും ബ്രഹ്മാണ്ടങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മഹാവിഷ്ണുവിന്റെ ഓരോ രോമകൂപനിലോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അത് ശരിക്കും നോക്കുകയാണെങ്കിൽ താൽക്കാലികമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പെർമനന്റ് അല്ല, അപ്പൊ ടെമ്പററി ആണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക ആവിഷ്കാരം എന്ന് പറയുന്നത്. കാരണം ഇത് എന്താണ്, ഇത് ഭഗവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ ഭൗതിക ലോകം ആവിഷ്കരിക്കണം, ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജീവാത്മാക്കളാണ്, അല്ലെ? ഭദ്രായ ജീവാത്മാക്കൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ എന്തിനാണ് ഭഗവാനെ സേവനം ചെയ്യുന്നത്? ഞാൻ എന്തായാലും ഭഗവാനെ മറന്ന് ജീവിക്കാൻ ശ്രമിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജയില് പോലെയാണ്, അല്ലെ? നമുക്കറിയാം, നമ്മൾ ഈ സാധാരണ രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള വ്യക്തികൾ, അല്ലെ, ഇവിടുത്തെ പൗരന്മാരൊക്കെ നമ്മുടെ ഈ ഒരു നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ എപ്പോഴാണ് നിയമങ്ങളെ തെറ്റിക്കുന്നത്, അപ്പോഴാണ് അവര് ജയിലിലോട്ട് കൊണ്ടുപോയി കിടക്കുന്നത്. അപ്പൊ ഒരിക്കലും ഗവൺമെന്റ് ജയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ? ഒരിക്കലും ജയിൽ ഉണ്ടാക്കിയ ശേഷം ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല ഇവിടെ എപ്പോഴും ഹൗസ്ഫുൾ ആയിരിക്കണം ജയിൽ, അല്ലെ? ഇവിടെ ഒരു ജയിൽ ഒരാൾ കൂടി എക്സ്ട്രാ, അതായത് ഫുള്ളി അക്കോമഡേറ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നില്ല. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതാണ് ജയിലിൽ നിന്ന് എല്ലാവരും വിമുക്തരാണെന്നാണ്. പക്ഷെ ഗവൺമെന്റ് അറിയാൻ സാധിക്കും, എന്തായാലും കുറച്ച് പേരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ജയിലുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഭൗതിക ലോകം സൃഷ്ടിക്കാനുള്ള കാരണം അത് തന്നെയാണ്. എന്താണ്? ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഭൗതിക ലോകം എന്ന് പറയുന്നത് റിഫർമേഷൻ പ്ലേസ് ആണ്. അപ്പൊ നമ്മളിപ്പോ എത്രത്തോളം ഭൗതിക ശക്തി ആസ്വദിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് ഭൗതിക ലോകത്തിൽ വീണ്ടും താഴെയുള്ള ലോകത്തിൽ അഥവാ ലോകത്തിലോട്ട് പോകാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും പല ശരീരം എടുക്കേണ്ടി വരും. അതേ സമയത്ത് ഒരു വ്യക്തി ജയിലിൽ പോയ ശേഷം ചിന്തിക്കുകയാണ്, ഞാൻ എന്തായാലും തെറ്റുകൾ ചെയ്തു, ഞാൻ എങ്ങനെയാണ് ഇതിന്ന് പുറത്തു വരാൻ എനിക്ക് സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയായിട്ട് അദ്ദേഹം ചിന്തിച്ച് അവിടുത്തെ അവർ ചെയ്യുന്ന ഡ്യൂട്ടികൾ, അവർ ചെയ്യുന്ന ഓരോ പനിഷ്മെന്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് നല്ല രീതിയിൽ ചെയ്ത് അദ്ദേഹം നല്ലൊരു പേര് വാങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് തിരിച്ച് എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ വന്ന എല്ലാ ബദ്ധജീവാത്മാക്കൾക്കും അവർ ഭഗവാനെ മറന്നിരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുരു സാധു ശാസ്ത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ ആശ്രയിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തെങ്കിലും എനിക്ക് ഇപ്പൊ ഒരു അവസരം ഭഗവാന്റെയും കൃഷ്ണന്റെ ഒക്കെ കാരണങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിനെ മുതലെടുത്തുകൊണ്ട് ഒരു വ്യക്തി തിരിച്ച് ഭഗവാന്റെ അടുത്തുള്ള പരിപൂർണ്ണ സ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ ലോകത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഒരിക്കലും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും നമ്മൾ ഇവിടെ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും അനേകം ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നതാണ്, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്.
ആധ്യാത്മിക പ്രകൃതിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉള്ള ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി. പുക അഗ്നിയുടെ ഒരു നിബന്ധിത അവസ്ഥയാണ് എന്നതുപോലെ പുകയുടെ അസ്തിത്വം അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അഗ്നി കത്തി ജ്വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൽ നിന്നോട് പുക വന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പം പുക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അഗ്നി ഉണ്ടാവണം. അപ്പം പുകയുടെ അസ്തിത്വത്തിലാണ് അഗ്നി ആശ്രയിച്ചിരിക്കുന്നത്. പുകയില്ലാതെ അഗ്നിക്ക് നമ്മൾ അഗ്നി ഇല്ലാതെ പുകയ്ക്ക് ഒരു അസ്തിത്വം ഇല്ല അല്ലെ? അതുപോലെ തന്നെ ആധ്യാത്മിക ലോകം ഇല്ലാതെ നമുക്ക് ഭൗതിക ലോകത്തിന് ഒരു അസ്തിത്വം ഇല്ല എന്ന് നമുക്ക് പറയാം. അതേ സമയത്ത് എന്താണ് പറയുന്നത്? പക്ഷെ ജ്വലിക്കുന്ന അഗ്നിയിൽ പുകയ്ക്ക് വകയില്ല. അപ്പൊ അതേ സമയത്ത് നല്ല രീതിയിൽ ജ്വലിക്കുന്ന അഗ്നിക്ക് നമുക്ക് കാണാൻ സാധിക്കും, പുക കാണാൻ സാധിക്കില്ല. അപ്പം പുക ഉപദ്രവം ഉണ്ടാക്കുന്നു അല്ലെ? പുകയിലെ പുക ഉണ്ടാക്കുന്നു. എന്നാൽ അഗ്നിയോ ഉപകരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും അഗ്നി ഉപകാരമാണ് തരുന്നത്. പക്ഷെ പുക എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ അതീന്ദ്രിയ ലോകവാസികളുടെ സേവാഭാവം പ്രധാന ആസ്വാദകനെ ഭഗവാനുമായിട്ടുള്ള പഞ്ചവിധ ബന്ധങ്ങളുടെ പ്രകടമാകുന്നു. ഭൗതിക ലോകത്തിൽ ഓരോരുത്തരും സുഖദുഃഖങ്ങളുടെ സ്വയം കേന്ദ്രീകൃത ആസ്വാദകരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴാണോ ഇപ്പൊ ശരിക്കും അഗ്നി പൂർണ്ണമായിട്ട് കത്തണമെന്നുണ്ടെങ്കിൽ ആ പുക പുക ഇല്ലാതാവും. നല്ല രീതിയിൽ അഗ്നി കത്തുന്ന സമയത്ത് പുക നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഓരോ ജീവാത്മാക്കളും എപ്പോഴാണോ ഭഗവാനെ പരിപൂർണമായിട്ട് സേവനം ചെയ്യുന്നത് അപ്പോഴാണ് പൂർണ്ണമായിട്ടും പരിപൂർണ്ണ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പല രീതിയിലുള്ള സ്നേഹം നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലെ? നമ്മൾ ചിലപ്പം ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് സ്നേഹം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് സ്നേഹം ആസ്വദിക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്നേഹം എന്ന് പറയുന്നതിന്റെ ഏറ്റവും റൂട്ട്, അതിന്റെ മൂലം എന്ന് പറയുന്നത് എവിടെയാണ്? ഭഗവാൻ കൃഷ്ണൻ എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഭഗവാൻ കൃഷ്ണനെ പരിപൂർണമായിട്ടും സ്നേഹിക്കുകയും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തമായ സേവനം ചെയ്യുകയും ഭഗവാനെ സേവനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായിട്ടും ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ സാധിക്കുക. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നതാണ് ഞാനാണ് എല്ലാത്തിനെയും പ്രഭു, അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിന്റെ ആസ്വാദനം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ശരീരത്തിനെയും നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും പരിപൂർണ്ണം നേടാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമ്മൾ വിഭുവാണ് അല്ലെ? നമ്മൾ ഒരിക്കലും നമ്മൾ ശരിക്കും എന്താണ് ശരിക്കും നമ്മൾ നോക്കണം, നമ്മൾ അണുവും വിഭുവും, നമ്മൾ അണുവും ഭഗവാൻ വിഭുവാണ്. അപ്പൊ നമുക്ക് സന്തോഷിക്കണം അല്ലെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ നമുക്കുണ്ട് അല്ലെ? നമുക്ക് എത്ര ഭക്ഷണം കഴിച്ചാലും അല്ലെ എത്ര ഇന്ദ്രിയ ആസ്വാദനം ചെയ്താലും അതൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പരിപൂർണമായിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് ആസ്വാദനം കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്താ ചെയ്യണം? നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ എന്താണ് പറയുന്നത്? സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തി ഉച്ചത്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? സർവോപാധി വിനിർമുക്തം. നമുക്ക് പല പല ഉപാധികളുണ്ട് അല്ലെ? ഞാനിപ്പം ചിന്തിക്കണം, ഞാൻ ഹിന്ദുവാണ്, അല്ലെ ഞാൻ കേരളീയനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഈ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്, ഞാൻ ഈ എന്റെ എന്റെ ഡെസിഗ്നേഷൻ ഇതാണ്, എന്റെ പ്രൊഫഷൻ ഇതാണ്. അപ്പൊ നമ്മൾ പല രീതിയിലാണ് നമ്മളെ ഉപാധികൾ അല്ലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷെ സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം. അപ്പൊ എങ്ങനെയാണ് ഉപാധികളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ സാധിക്കുക? എങ്ങനെയാണ് സാധ്യം? ഞാൻ ചിന്തിക്കും, അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉപാധിയിൽ നിന്ന് വിമുക്തി നേടാൻ സാധിക്കും ഇല്ല. ഞാനിപ്പോ കേരളീയനല്ല, ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മായാവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ബ്രഹ്മസത്യ ജഗൻ മിഥ്യ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഒന്നുമല്ല ചിന്തിക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലാതെ ചിന്തയിലാണ് ഞാനുള്ളത്. അപ്പൊ അതേ സമയത്ത് എന്താ ചെയ്യുക? നമ്മൾ എന്താണ് തത്പരത്തെ നിർമ്മലം ഋഷികേശ സേവനം ഭക്തി ഉച്ചത്. അപ്പൊ എപ്പോഴാണ് ഋഷികേശ അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ ഋഷിക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. ഋഷികേശ ഇന്ദ്രിയങ്ങളുടെ സ്വാമിയായ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സേവനം ചെയ്യുമ്പോഴോ അപ്പോഴാണ് നമുക്ക് ഋഷികേശ സേവനം ഭക്തി ഉച്ചത്. അപ്പൊ എന്താണ്? അപ്പോഴാണ് നമുക്ക് പരിപൂർണമായിട്ടുള്ള ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലുള്ള ഉപാധികളിൽ നിന്നും പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മോചനം നേടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഭക്തി സേവനം മാത്രമാണ് ഒരേ ഒരു ഉപായം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഭക്തി സേവനത്തിൽ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ കണ്ണുകൊണ്ട് കാണരുത്, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കരുത്, ഭക്ഷണം കഴിക്കരുത്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും പറയുന്നില്ല. നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ സേവനത്തിന് അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് കണ്ണുണ്ട്, ഇപ്പൊ കണ്ണുകൊണ്ട് എന്താ ചെയ്യാം? ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വിഗ്രഹങ്ങളെ കാണാം. കണ്ണുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാം, ഭക്തന്മാരെ കാണാം, ഭഗവാൻ ലീലകൾ നടന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയി ദർശനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ കാതുകൊണ്ട് നമുക്ക് ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങളും ഭഗവാനെ പറ്റിയുള്ള ഗ്ലോറികളും ഭഗവാനെ പറ്റിയുള്ള പ്രകീർത്തികളും ഭക്തന്മാരെ പറ്റിയുള്ള പ്രകീർത്തികളൊക്കെ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ എന്താ ചെയ്യുക? ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചിന്തിക്കും ഞാൻ എന്റെ ഇന്ദ്രിയങ്ങളെ സേവനം ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടും, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സന്തോഷം കിട്ടും നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഇത്രയും വർഷങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ സേവനം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഒരിക്കലും സന്തോഷമല്ല, വീണ്ടും നമുക്ക് പല ദുഃഖങ്ങളും പല ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്.
നമ്മൾ പലപ്പോഴും ചിന്തിക്കും, മനസ്സ് പറയുന്നത് ഇനിയും കൂടുതൽ ഇന്ദ്രിയങ്ങളെ സേവനം ചെയ്തെങ്കിൽ ഇനിയും സന്തോഷം കിട്ടും. പക്ഷെ നമ്മൾ അത്രത്തോളം ചെയ്താൽ നമുക്ക് ഒരിക്കലും സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, നമ്മൾ സന്തോഷിക്കേണ്ടെന്ന് ഭക്തി പറയുന്നില്ല. എന്താ ചെയ്യാ? സന്തോഷിക്കാനുള്ള വഴി എന്താണ്? നമ്മൾ ഭഗവാന് സന്തോഷം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും സന്തോഷം കിട്ടും, അല്ലെ? നമ്മൾ എങ്ങനെയാണോ നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മളൊരു കണ്ണാടി ഇല്ല, നമ്മളിപ്പോ മുഖത്തിൽ നമ്മളൊരു ചായം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണാടിയിൽ ആ ചായം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ എല്ലാത്തിന്റെയും ഒരു മൂല സ്വരൂപമായിട്ടുള്ള ഭഗവാനെ നമ്മൾ സേവനം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാന് സന്തോഷം കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കും സന്തോഷം കിട്ടും. അപ്പോൾ ഭഗവാൻ പ്രാഥമികമായിട്ടുള്ള എൻജോയർ എന്ന് പറയുന്നത് ഭഗവാനാണ്. നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള രണ്ടാമതായിട്ടുള്ള എൻജോയർ ആണ് ജീവാത്മാക്കൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാന് സേവനം ചെയ്ത് സന്തോഷം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ജീവാത്മാക്കളും സന്തോഷം കിട്ടും. അപ്പൊ അതാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വഴി പറഞ്ഞത്. നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടി ഓടുകയാണ്, അല്ലെ? എല്ലാ ആൾക്കാരും, ഏതൊരു വ്യക്തിയായാലും, പണം ഉണ്ടാക്കുന്ന വ്യക്തിയായാലും ശരി, അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികളായാലും ശരി, എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയാണ് ഓടുന്നത്. പക്ഷെ സന്തോഷത്തിലുള്ള വഴിയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ചൈതന്യ ചരിതാമൃതമൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനുള്ള വഴി എന്താണ്? നമ്മൾ ഭഗവാന് സന്തോഷം കൊടുക്കാനുള്ള കാര്യമാണ്. നമ്മൾ എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭഗവാന് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷം കിട്ടും. എങ്ങനെയാണോ വൃക്ഷത്തിന്റെ, നമ്മള് ഭാഗവത്തിൽ പറയുന്നത്, യഥാ തരോർ മൂലം നിശ്ചയിച്ചരേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖം പ്രാണാപഹാരാർത്ഥം യഥേന്ദ്രിയാണം സർവാർഹണം അച്യുതേച്യ, അല്ലെ? ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന പോലെ തന്നെ യഥാ തരോർ മൂലം നിശ്ചയിച്ചരേന. അപ്പൊ നമുക്കറിയാം, യഥാ തരോർ മൂലം, അല്ലെ? തരോർ മൂലം നിശ്ചയിച്ചത്. അപ്പം നമുക്ക് എന്താണ് തരോർ? ഒരു വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ പൂക്കൾക്കും പുഷ്പങ്ങൾക്കും ശാഖകൾക്കും ഇലകൾക്കും പൂക്കൾക്കൊക്കെ തുഷ്ടി കിട്ടുന്നു, അല്ലെ? അതിന് തൃപ്തി കിട്ടുന്ന പോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ആമാശയത്തിൽ തൃപ്യത്തി തത്സ്കന്ധ ഭുജോപശാഖാൻ പ്രാണാപഹാരാർത്ഥ യഥേന്ദ്രിയാനാം, നമ്മുടെ ആമാശയത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും തുഷ്ടി കിട്ടുന്ന പോലെ തന്നെ സർവാഹരണം അച്യുതേജയ, അച്യുതൻ, ഒരിക്കലും വീഴ്ച പറ്റാത്ത ഭഗവാൻ കൃഷ്ണനെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടുന്നതാണ് പറഞ്ഞത്, അല്ലെ? നമ്മളിപ്പോ ചിന്തിക്കുന്നതാണ്, ഞാനിപ്പോ ഭഗവാനെ ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്ത് സന്തോഷിപ്പിക്കുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷം കിട്ടുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എല്ലാവർക്കും നന്മ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വസ്ത്രം വാങ്ങുന്നതോ, ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതോ, പൈസ കൊടുക്കുന്നതോ ആയിരിക്കും അവർക്ക് ഒരു നന്മ എന്ന് പറയുന്നത്. പക്ഷെ ആ നന്മ എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലികമാണ്. ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. പക്ഷെ ആധ്യാത്മികമായിട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ ഹരേ കൃഷ്ണ മാന്ത്രത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരികയും ശീല പ്രഭാത ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുമ്പോഴും ഇസ്കോണിലോട്ട് നമ്മൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അവർക്ക് എന്നെന്നും അവർക്ക് സർവ്വ ദുഃഖങ്ങളിൽ നിന്നുള്ള ഒരു ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മോക്ഷം കിട്ടാനുള്ള വഴിയാണ് നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ ഒരിക്കലും സ്വതന്ത്രനല്ല, നമ്മൾ എപ്പോഴും ഭഗവാന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ റിയൽ ഇൻഡിപെൻഡൻസ് ഈസ് ഡിപെൻഡൻസ് ഓൺ ഗോഡ്, ഒരു ഇത് കോട്ടിൽ പറയാറുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഭഗവാനെ മറന്ന് സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെന്താ ജനന മരണ ചക്രത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 3 ഗുണങ്ങൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 3 തരത്തിലുള്ള താപങ്ങൾ, അല്ലെ, ക്ലേശങ്ങൾ നമ്മൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്താൽ, ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കാതെ വരുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മോക്ഷം നേടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അപ്പൊ എല്ലാത്തിന്റെയും നിയന്ത്രണം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ കൃഷ്ണനാണെന്നും നമ്മൾ അവരുടെ സേവകനാണെന്നും. അപ്പം അതുകൊണ്ടാണ് ഭഗവാന് നമ്മൾ സേവനം ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ് ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ടും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം, പലപ്പോഴും പല പല ബുദ്ധിമാന്മാരെ സയന്റിസ്റ്റുമാരൊക്കെ എന്താണ് അവരെന്താ ചിന്തിക്കുന്നത്? പക്ഷെ അവര് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഗ് ബാങ് തിയറി ആണെന്നും അങ്ങനെ പല തെറ്റായ ധാരണകളും അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാ ശാസ്ത്രങ്ങളും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്താ ചെയ്യണം? ആദ്യം ഒരു എളിമത്വം ഉണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിലുള്ള ഈ ഒരു നോളജ്, അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഭൗതികമായിട്ട് നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷനും നമ്മള് വിദ്യാഭ്യാസമൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഞാൻ എന്തോ ആണ്, വലുതാണെന്നുള്ള ചിന്ത വരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ശാസ്ത്രങ്ങളെ അവരുടെ ആ ഒരു അഹങ്കാരത്തിനെയും ഈ ഒരു ഈഗോയിനെയൊക്കെ മാറ്റി നിർത്തി ഈ ശാസ്ത്രങ്ങളെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്തത്. നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു ആധ്യാത്മികമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് എളിമത്വമാണ്. അപ്പൊ എളിമത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക, ഭഗവാന്റെ തിരുനാമങ്ങളും
എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കും അല്ലെ? അതല്ലേ ചൈതന്യമാകുന്നത് പറയുന്നത്. തൃണാദപി സുനീചേന നരോരപി സഹിഷ്ണുന അമാനീന മാരതേന കീർത്തനീയ സദാഹരി. അപ്പം എന്താണ് തൃണാദപി സുനീചേന അല്ലെ? നമ്മളൊരു പുല്ലിനെ പോലെ അത്രത്തോളം നമുക്ക് അങ്ങനെ ഒരു എളിമത്വം ഉണ്ടെങ്കിലും തരോരുവ സഹിഷ്ണുത എന്താണ് ഒരു വൃക്ഷത്തിനെ പോലെ അത്രയും നമുക്ക് എന്ത് വേണം? ടോളറൻസ് അല്ലെ? സഹിഷ്ണുത വേണം. അമാനീന മാനതേന നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് ബഹുമാനം കൊടുക്കാനും ഇങ്ങോട്ട് തിരിച്ചൊരു റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനം നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ നിരന്തരം ജീവിക്കാൻ സാധിക്കുക എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എളിമത്വമാണ് എല്ലാത്തിനും ബിഗിനിങ്. അപ്പൊ നമുക്ക് എളിമത്വം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് സേവനം ചെയ്യാനും നമുക്ക് കേൾക്കാനും ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ അതിലൊക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള നമുക്ക് ബുദ്ധിശക്തി പോകാൻ നമുക്ക് തരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ എളിമത്വത്തിനെ പറ്റി നമ്മൾ എപ്പോഴും ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം കൃഷ്ണാവതത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ് എളിമത്വം. എളിമത്വം ഉള്ളതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ എന്താ സേവനം ചെയ്യാനുള്ള മനോഭാവം. ഞാൻ ഞാൻ എല്ലാവരും സേവകനാണെന്നുള്ള ബോധത്തോടെ നമ്മൾ സേവനം ചെയ്യുന്നതും ഭഗവാനാണ് എല്ലാത്തിനെയും പ്രഭു എന്ന് ഭക്തന്മാരെ നമ്മൾ സേവനം ചെയ്യുകയും ശാസ്ത്രങ്ങളെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിശക്തിയൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു കഷ്ടിച്ചൊരു 2-3 മിനിറ്റ് സമയം കൂടിയുണ്ട്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഞാൻ അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ സംശയം. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിൽ നിന്ന് ആ ആണ് മഹാവിഷ്ണു ഒക്കെ വരുന്നത്. അതെ കാവ്യൊക്കെ അതെ മാതാജി, അതെ മാതാജി, അതെ മാതാജി, എസ് മാതാജി. അതായത് ആദ്യത്തെ ചതുർവ്യൂഹത്തിൽ നിന്ന് ആദ്യത്തെ നാരായണ. ചതുർവ്യൂഹത്തിൽ സംഘർഷൻ ആ വാസുദേവൻ സംഘർഷം പ്രദ്യുമ്നൻ അനിരുദ്ധൻ വരുന്നു. ആ സംഘർഷനിൽ നിന്നാണ് നാരായണൻ വരുന്നത്. ഉം. ആ നാരായണൻ നിന്നാണ് വീണ്ടും അടുത്തൊരു ചതുർവ്യൂഹം വരുന്നത്. വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്നൻ ഇതേ സെയിം റിപ്പീറ്റ് ആവും. എന്നിട്ട് ആ രണ്ടാമത്തെ സംഘർഷനിൽ നിന്നാണ് മഹാവിഷ്ണു, ഗർഭോടസായി വിഷ്ണു, ക്ഷീരോസായി വിഷ്ണു അങ്ങനെ വരുന്നത് മാതാജി. അങ്ങനെയാണ് നമുക്ക് ശ്രീമദ് ഭാഗത്തിലാണ് ഇത് വരുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത് മാതാജി. ശരി, താങ്ക് യു പ്രഭുജി. താങ്ക് യു മാതാജി. അപ്പൊ നമുക്ക് അത് ശ്രീമദ് ഭാഗവത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം മാജി അത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാം സ്കന്ധം 2-ാം അധ്യായം 22-23 ശ്ലോകങ്ങളാണ് ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ, നോക്കിയപ്പോൾ കണ്ടു. അപ്പൊ ശരി. അത് മനസ്സിലാക്കാം മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധി ഭക്തി വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. श्रील प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. ताई गौर प्रेमानंदे हरि हरि. हरे कृष्ण.
ഹരേ കൃഷ്ണ പ്രഭു.